നമസ്കാരം. ചരിത്ര താളുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം നിൽക്കുന്ന ഈ കേരളം വസ്ത്രം ധരിക്കാനും വിദ്യ നേടാനും തുല്യനീതിക്കും വേണ്ടി പോരാടിയ അനേകം മനുഷ്യരുടെ ചോരയിലും വിയർപ്പിലും പടുത്തുയർത്തിയതാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വന്തം ശരീരം മറയ്ക്കാൻ പോലും നികുതി നൽകേണ്ടി വന്നിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ വിശ്വസിക്കുമോ? അതാണ് മുലക്കരം. ചേർത്തലയിലെ നങ്ങേലി എന്ന സ്ത്രീയുടെ ജീവത്യാഗത്തിലൂടെ അവസാനിച്ച ആ ക്രൂരതയുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. തിരുവിതാംകൂർ ഭരണകാലത്ത് കീഴ്ജാതിക്കാരായ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഈ നിയമം ലംഘിച്ച് വസ്ത്രം ധരിക്കണമെങ്കിൽ സർക്കാരിലേക്ക് മുലക്കരം എന്ന നികുതി നൽകണമായിരുന്നു. ഇതിലും ക്രൂരമായ മറ്റൊന്ന് ഈ നികുതി നിശ്ചയിച്ചിരുന്ന രീതിയിലായിരുന്നു. ഉദ്യോഗസ്ഥർ സ്ത്രീകളുടെ മാറിടത്തിന്റെ വലിപ്പം നോക്കിയാണ് നികുതി തുക തീരുമാനിച്ചിരുന്നത്. ഇത് കേവലം ഒരു നികുതിയല്ലായിരുന്നു, മറിച്ച് താഴ്ന്ന ജാതിക്കാരെ മാനസികമായും ശാരീരികമായും തളർത്താനുള്ള ഒരു ആയുധമായിരുന്നു. കൊല്ലവർഷം 978 ചേർത്തലയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവളായിരുന്നു നങ്ങേലി. ആത്മാഭിമാനമുള്ള ആ സ്ത്രീ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ നികുതി നൽകാൻ തയ്യാറായില്ല. നികുതി പിരിക്കാൻ വന്ന ഉദ്യോഗസ്ഥർ പണം നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ നങ്ങേലി അകത്തേക്ക് പോയി ഒരു വാഴയിലയുമായി തിരിച്ചു വന്നു. തന്റെ മാറ് അറുത്ത് ആ ഇലയിൽ വെച്ച് അവൾ ഉദ്യോഗസ്ഥർക്ക് നൽകി. ചോര വാർന്ന് ആ മണ്ണിൽ നങ്ങേലി മരിച്ചു വീണു. തന്റെ പ്രിയതമയുടെ ചിതയിൽ ചാടി ഭർത്താവ് ചിരുകണ്ഠനും ജീവനൊടുക്കി. കേരള ചരിത്രത്തിലെ ആദ്യത്തെ പുരുഷ സതിയായി ഇതറിയപ്പെടുന്നു. നങ്ങേലിയുടെ മരണം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവിതാംകൂർ രാജാവ് മുലക്കരം നിർത്തലാക്കി ഉത്തരവിട്ടു. നങ്ങേലി മരിച്ചു വീണ ആ പറമ്പ് പിന്നീട് മുലച്ചിപ്പറമ്പ് എന്നറിയപ്പെട്ടു. ഇത് കേവലം ഒരു സ്ത്രീയുടെ പ്രതിഷേധമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സാമൂഹിക വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. ചാന്നാർ ലഹളയിലേക്കും പിൽക്കാലത്തെ കേരള നവോത്ഥാനത്തിലേക്കും വഴിതെളിച്ച വിത്തുകൾ ഇവിടെയാണ് പാകപ്പെട്ടത്. ഇന്ന് നങ്ങേലിക്ക് സ്മാരകങ്ങളില്ലായിരിക്കാം, എന്നാൽ ഓരോ മലയാളി സ്ത്രീയും ഇന്ന് അനുഭവിക്കുന്ന വസ്ത്ര സ്വാതന്ത്ര്യത്തിന് പിന്നിൽ നങ്ങേലിയെ പോലെയുള്ളവരുടെ പോരാട്ടമുണ്ട്. ചരിത്ര താളുകൾ മറന്നുപോയ ഇത്തരം സത്യങ്ങൾ ഇനിയും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ചരിത്ര സത്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.